ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ SCERT സീരീസ് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. നമുക്ക് PSC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ വികസനത്തിൻ്റെ പൂക്കോട്ടുമല മാതൃക എന്ന് പറഞ്ഞിട്ട് പൂക്കോട്ടുമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഗ്രാമസഭ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം അച്ചീവ് ചെയ്ത നേട്ടങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമസഭയും നഗരസഭയൊക്കെ കുറിച്ച് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയിരുന്നു. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ, അല്ലെ, ഗ്രാമങ്ങളാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഗാന്ധിജിയുടെ സ്വപ്നം, ആ ഒരു കോട്ട് നമ്മൾ വായിച്ചു വെച്ചേക്കണം. നോക്കാം നമുക്ക്. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളകളും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത്. ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറയുന്ന മാസികയിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗാന്ധി സത്യാഗ്രഹ, ഗാന്ധി സാഹിത്യ സംഗ്രഹം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ്. അല്ലെ, എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സെൽഫായിട്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നതുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അതുപോലെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഗ്രാമത്തെ പറ്റി ഏറെക്കുറെ എല്ലാ കോട്ടും ഗാന്ധിജി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. അപ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ ഈ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണമാണ്. അല്ലെ, അധികാരം ഒരു പ്രത്യേക ഏരിയയിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാതെ പല തട്ടുകളിലായിട്ട് അധികാരത്തെ വിഭജിച്ച് നൽകുന്നതിനെയാണ് നമ്മൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഇനി അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ, അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം എന്താകുന്നത്, അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് നമ്മൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഒക്കെയാണല്ലോ. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് അധികാര കേന്ദ്രീകരണം? അപ്പോൾ അധികാര വികേന്ദ്രീകരണവും അധികാര കേന്ദ്രീകരണവും ഓർത്തിരിക്കുക. ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊരു വി കാണത്തില്ല. ഓക്കെ. ഇനി എന്താണ് അധികാര കേന്ദ്രീകരണം? അധികാര വികേന്ദ്രീകരണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. അല്ലെ, ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ചിലരിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതിനെയാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം എന്തായിരിക്കും? താരതമ്യേന കുറവായിരിക്കും. ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും അധികാര വികേന്ദ്രീകരണത്തിൽ വരുന്നത് കേട്ടോ.
പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. അല്ലെ, അധികാര വികേന്ദ്രീകരണം പല തട്ടുകളിലായിട്ട് അധികാരം വിഭജിക്കപ്പെടുമ്പോൾ പ്രാദേശിക വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം സാധ്യമാകുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭ്യമാകുന്നു. ഇതൊക്കെ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ്. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. ആയത് എന്ന് പറഞ്ഞാൽ യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. അപ്പൊ നോട്ട് ചെയ്യുക, പഞ്ചായത്ത് എന്ന പദം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ പഞ്ച അതുപോലെ ആയത് എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. അപ്പോൾ സംസ്കൃത പദങ്ങളാണ് പഞ്ചയും ആയതും എന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഞ്ച എന്ന് വെച്ചാൽ നമുക്കറിയാം 5 ആയത് എന്ന് പറഞ്ഞാൽ യോഗം അഥവാ സമ്മേളനമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിലെ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അല്ലെ, അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റിപ്പൺ പ്രഭുവാണ്. 1882 റിപ്പൺ പ്രഭുവാണ് എന്ത് ചെയ്തത്? ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകാനായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്, ഓർത്തിരിക്കുക. വേറെ ചാപ്റ്ററിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ എപ്രകാരമാണ് എന്നതാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണം അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 40 നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ രൂപീകരണം വരുന്നത്. ആർട്ടിക്കിൾ 40 എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ഇപ്പോൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതുപോലെ അശോക് മേത്ത കമ്മിറ്റി. ഇതൊക്കെയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇനി അതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ഇത് നിയമിക്കപ്പെടുന്നത് കേട്ടോ. അതാണ് ആദ്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത്. അവരുടെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനം, അല്ലെ, ബൽവന്ത് റായ് മേത്തയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയായിരുന്നു ആ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇനി ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഇപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും എന്നാൽ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനുമായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. അല്ലെ, ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത്, അതിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പുമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. 1957 വന്നത് കേട്ടോ. ഇനി അടുത്തത് അശോക് മേത്ത കമ്മിറ്റി 1978. അശോക് മേത്ത കമ്മിറ്റി 1978. ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ദ്വിതല പഞ്ചായത്ത്. ഓക്കെ,
ഇപ്പം നമ്മൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ബൽവന്ത് റായ് മേത്ത. നമ്മൾ പറയുമ്പോൾ ബൽവന്ത് ഒരു ടേമായിട്ടും റായ് ഒരു ടേമായിട്ടും മേത്ത ഒരു ടേമായിട്ടും പറഞ്ഞാൽ അതിൽ 3 വേർഡ്സ് ഉണ്ട് അല്ലേ. ആ 3 വേർഡ്സ് ത്രിതല പഞ്ചായത്ത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അശോക് മേത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അശോക് എന്നും മേത്ത എന്നും 2 വേർഡ്സ് ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ ദ്വിതല പഞ്ചായത്ത് അല്ലേ. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി 1978 ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ഏതൊക്കെയായിരുന്നു ആ ഒരു ദ്വിതല പഞ്ചായത്ത് സംവിധാനം? മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമായിരുന്നു. അശോക് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് സജസ്റ്റ് ചെയ്തത്. അത് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമായിരുന്നു. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയുമായിരിക്കും. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയത് അശോക് മേത്ത കമ്മിറ്റിയാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകാൻ കാരണമായ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റിയാണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ന ആശയം മുന്നോട്ട് വെച്ചതും അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ ഓരോ കമ്മിറ്റിയും മുന്നോട്ട് വെച്ച ശുപാർശകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ശുപാർശ തന്നത് ഏത് കമ്മിറ്റിയാണെന്ന് പലതവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും പട്ടികജാതി പട്ടികവർഗ സംവരണവും നമ്മുടെ ദ്വിതല പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് തുടങ്ങിയവയൊക്കെ അശോക് മേത്ത കമ്മിറ്റിയുടേതായിരുന്നു. ഇപ്പോൾ ജില്ലാ പരിഷത്ത് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിലും പറയുന്നത് കൊണ്ട് കൂടുതലും ചോദിക്കുന്നത് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. ഇനി തുടക്കം രാജസ്ഥാൻ കണ്ടോ, നമ്മുടെ നെഹ്റുവിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? അങ്ങ് രാജസ്ഥാനിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് രാജസ്ഥാൻ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് രാജസ്ഥാനിലാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ ആര് ഉദ്ഘാടനം ചെയ്തു? ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഇപ്പോൾ 1959 ആദ്യമായിട്ട് വന്നത് രാജസ്ഥാനിലാണ്. ഈ 1959 തന്നെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും എന്ത് വന്നത്? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. ഇനി നമ്മുടെ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ, നോക്കാം. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അപ്പോൾ 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നഗരപാലികാ നിയമം അഥവാ മുനിസിപ്പാലിറ്റി ആക്ട് വന്നത് 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. രണ്ടും മാറിപ്പോരുത്. ആദ്യം പഞ്ചായത്തി രാജാണ് 73-ാം ഭരണഘടനാ ഭേദഗതി, പിന്നെ 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലികാ നിയമം. ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതും നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ഗ്രാമസഭകളുടെ രൂപീകരണം അല്ലെ. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് ഗ്രാമസഭകളുടെ രൂപീകരണത്തിനാണ് നേതൃത്വം നൽകുന്നത്. അതുപോലെ ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ലക്ഷ്യമിടുന്നു. വനിതാ സംവരണം ലക്ഷ്യമിടുന്നു. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ടാകും. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഇതിൽ 2 കാര്യം മാത്രം നോട്ട് ചെയ്താൽ മതി. 2 കാര്യത്തിൽ ഇവ തമ്മിൽ ഡിഫറൻസ് ഉള്ള കേട്ടോ. 73-ാം ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ ഗ്രാമസഭകളുടെ രൂപീകരണത്തെക്കുറിച്ചും
അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 74 ഭരണഘടനാ ഭേദഗതി, നഗരപാലിക സംവിധാനം, വാർഡ് സഭകളുടെ രൂപീകരണം. വാർഡ് സഭകളാണ് നമ്മുടെ 74 ഭരണഘടനാ ഭേദഗതി മുന്നോട്ട് വെക്കുന്നത്. 73 ഗ്രാമസഭയാണെങ്കിൽ 74 വാർഡ് സഭ. കാരണം നഗരങ്ങളിലാണല്ലോ. ഭരണകാലാവധി ഇവിടെയും 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണവുമുണ്ട്, വനിതാ സംവരണവുമുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ടാകും. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. നമ്മുടെ 73 ഭേദഗതിയിൽ പഞ്ചായത്തി രാജിൽ ത്രിതലമാണെങ്കിൽ ഇവിടെ നമുക്ക് 74 വരുമ്പോൾ 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണുള്ളത്. അത് നഗർ പഞ്ചായത്ത് എന്നും മുനിസിപ്പൽ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്നാണ് അറിയപ്പെടുന്നത് നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിൽ ഇത് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷനും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ് പറയുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനമാണെങ്കിൽ അതിനെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. അല്ലെ, നമ്മുടെ ഇലക്ഷനൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. പഞ്ചായത്തി രാജ് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അല്ലെ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപാലിക സംവിധാനം, നഗരങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ, അല്ലെ, മുനിസിപ്പാലിറ്റി എന്നും മുനിസിപ്പൽ കോർപ്പറേഷനും എന്നുമാണ് തിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നഗരപാലിക സംവിധാനത്തെ കേരളത്തിൽ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നുമാണ് തിരിക്കുന്നത്. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ എങ്ങനെയാണ് ജനകീയ ആസൂത്രണം എന്ന് നോക്കാം. 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ജനകീയ ആസൂത്രണം. അപ്പോൾ 1996 കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ജനകീയാസൂത്രണം 1996 എന്ന് ഓർത്തിരിക്കുക. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം നമ്മുടെ രാജ്യത്തിന് മാതൃകയായി. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്ത്രീ സംവരണം 33% എന്നാൽ 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതി പ്രകാരം അത് 50%, അല്ലെ, പകുതി സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നു. ഈ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ചുമതലകൾ പലവിധം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അല്ലെ, നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കും എന്തൊക്കെയാണ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, വളർത്തുനായകൾക്കും ലൈസൻസ് നൽകുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഒരു സേവനമാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിൽ കാണുമ്പോൾ വളർത്തുനായ്ക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ആലോചിക്കരുത്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നു, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നു, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. ഓക്കെ, ഇനി എന്താണ് വിവിധ സ്രോതസ്സുകളിലൂടെയുള്ള വരുമാനത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമ്മുടെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ പെർമിറ്റ്, രജിസ്ട്രേഷൻ, നമ്മുടെ ഫീസ്, അതിൻ്റെയൊക്കെ ഫീസ്, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള ഫീസുകളൊക്കെ പഞ്ചായത്തിൽ കിട്ടുന്നു. അങ്ങനെ ഒത്തിരി പഞ്ചായത്തിൻ്റെ വരുമാനമാണ് ഇത് പറയുന്നത് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്ത പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. എന്തൊക്കെ പ്രതിസന്ധികളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്ന് തന്നിട്ടുണ്ട്.
അധികാര വികേന്ദ്രീകരണം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ കൊടുക്കുന്നു. എന്താണ് പ്രധാന വെല്ലുവിളികൾ? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാതെ സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവയെല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ജനാധിപത്യം അർത്ഥവത്താക്കുന്നത് അധികാരത്തിൽ നമ്മൾ ജനങ്ങളും കൂടി പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇതുറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണ് നമ്മുടെ ജനാധിപത്യവും അധികാര വികേന്ദ്രീകരണവും. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഏരിയ ഉറപ്പായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിർത്തട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.